ഇത്ര വരെ അക്ക എങ്ങനെ കൂടി കിട്ടും? എനിക്ക് മറ്റേ തന്നെ നല്ലത്. ഇതുപോലെ ഇന്നലെ കിട്ടിയില്ലേ തട്ടക്കുട്ടി ശരിയാണില്ല. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ലോങ് വീഡിയോ ആയിട്ട് ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു മേക്കപ്പ് വീഡിയോ ഇടണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളൊന്ന് പുറത്ത് പോകുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ചൈനയിലാണ് ഉള്ളത്. അപ്പോൾ ചൈനയിൽ ഇന്ന് സൺഡേ ആണ്, ഇന്നല്ല, എല്ലായിടത്തും സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആയപ്പോൾ നമുക്ക് സൺഡേ ആണ് ഈ ചാനൽ ഓഫ് ഉള്ളത്. അപ്പോൾ സോ നമുക്ക് ഒന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞ് റെഡി ആവാൻ പോവാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. ആദ്യം തന്നെ മുടിയൊക്കെ ഒന്നെടുത്ത് തൂത്തുവാരി കെട്ടി. ഈ ഡ്രസ്സ് എനിക്ക് കിച്ചാമിൻ്റെ കൊളീഗ് തന്നാ കേട്ടോ. അതുകൊണ്ട് ലിങ്കും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്, ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നല്ലോണം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനുണ്ട്. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ആക്ച്വലി നിങ്ങൾ ഭയങ്കര കാര്യമായിട്ടുള്ള മേക്കപ്പ് ട്യൂട്ടോറിയലൊന്നും പ്രതീക്ഷിക്കരുത്. ഞാൻ നോർമലി ചെയ്യുന്നത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എപ്പോഴും 1 മിനിറ്റിലാണ് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കാറ്. അപ്പോൾ നിങ്ങൾ പ്രോഡക്റ്റിൻ്റെ പേര് ചോദിക്കുമ്പോൾ ഒന്നും എനിക്ക് പറയാൻ പറ്റാറില്ല. സോ ഇങ്ങനെ ആകുമ്പോഴേക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇതൊരു ഫൺ കൈൻഡ് ഓഫ് ആണ്. എൻഡ് ഓഫ് ദ വീഡിയോയിൽ നല്ല അലമ്പാക്കിയിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ എല്ലാം ഫുൾ വരെയും കാണും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ എന്തെങ്കിലും മോയ്സ്ചറൈസർ ആക്കിയിട്ട് പിന്നെ ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ മറന്നുപോയി എടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ നേരെ ഐബ്രോസിലേക്ക് കിടക്കുകയാണ്. ഞാൻ എപ്പോഴും മോയ്സ്ചറൈസർ സൺസ്ക്രീൻ അതൊക്കെ ഞാൻ നേരെ ഐബ്രോസ് ആണ് ഫില്ല് ചെയ്യാറ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചാണ് ഇത് ഏത് ഐബ്രോ ആണെന്ന്. ഇത് ഫേസസ് കാനഡയുടെ ഐബ്രോ ആണ് കേട്ടോ. ഇതൊരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിൽ വരുന്നതാണ്. എനിക്ക് ഡാർക്ക് ഗ്രേ ആണ് എനിക്ക് ഫേസിൽ ചേരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യം ഐബ്രോസ് മാത്രം ചെയ്യുമ്പോഴേക്കും ഒരു ദിഗംബരം ഫീലൊക്കെ വരും. പക്ഷെ അത് പേടിക്കണ്ട, ഗ്രാജുവലി അത് കറക്റ്റ് ആയിക്കോളൂ, പിന്നെ അത് നമുക്ക് ശീലമാകും. അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനത് എൻ്റെ ഓൾറെഡി ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് വളർന്നു തുടങ്ങി. എന്നാലും ഞാനത് ഇടയ്ക്ക് മാത്രം ഫിൽ ചെയ്ത് കൊടുത്തു. പിന്നെ ബ്ലഷ് നമുക്ക് ഇച്ചിരി കാര്യമായിട്ട് ഇടാം. ഇവിടെ ഇപ്പോൾ എല്ലാവരും ബ്ലഷ് വരത്തുകയാണല്ലോ ഇടുന്നത്, നമ്മൾ കറക്കണ്ട. ഇത് റെനയുടെ PH ബ്ലഷ് ആട്ടോ. ഇതിൻ്റെ ഒരു സ്വല്പം മതി, അത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തെളിഞ്ഞു വരും. നമ്മൾ കുറേ വാരിയിട്ട് നമ്മൾ സാധാരണ ബ്ലഷ് ഇടുന്ന പോലെ ഇടണമെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളൊരു കോമാളി ലുക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഒരു പൊട്ടിക്കിട്ടിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്താൽ മതി. PH അനുസരിച്ച് ഇങ്ങനെ തെളിഞ്ഞ് വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അതുപോലെ തന്നെ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യും ഈ ബ്ലഷ്. നമ്മൾ രാവിലെ ഇട്ട് രാത്രി വരെ, ഞാൻ മുഖം കഴുകണ വരെ ഈ സാധനം എൻ്റെ മുഖത്ത് അനങ്ങോണ്ടിരിപ്പുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നമുക്ക് ശരിക്കും ഒരു ഇൻഗ്ലോ ഫീൽ ചെയ്യും കേട്ടോ. ഇത്രയൊക്കെ ചെയ്തപ്പോഴാണ് ഞാൻ ലിപ് ബാം ഇട്ടില്ല എന്ന് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ വേഗം ലിപ് ബാം ഇട്ടു. ആ ലിപ് ബാമിൻ്റെയും റിവ്യൂ ഒരുപാട് പേര് ചോദിച്ചു, അത് ലൈറ്റർ ആക്കണ്ടോന്ന്. ലൈറ്റർ ആക്കണുണ്ട്, പക്ഷേ ഇത് നന്നായി ടൈം എടുക്കുന്നുണ്ട്. ഞാനത് ഒരു പ്രോസസ്സിനെ വിശ്വസിക്കണമുണ്ട്, ഞാനത് കണ്ടിന്യൂസ് യൂസ് ചെയ്യണമെന്നുള്ളൂ. പിന്നെ നമ്മൾ സ്റ്റുഡിയോയുടെ കാജിൽ വെച്ചിട്ട് ടൈറ്റ് ലൈൻ ചെയ്തിട്ട് സ്റ്റുഡിയോയുടെ തന്നെ ഐലൈനർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട്, ഒരുപാട് പേരല്ല, കുറച്ച് പേര്, 1-2 ആൾക്കാരും ഇങ്ങനെ കമൻറ്റിലിട്ടും ഈ സ്റ്റുഡിയോൻ്റെ ഐ പ്രോഡക്ട്സ് ഐ ഇറിറ്റേഷൻ ഉണ്ടാക്കുമെന്ന്. ഞാനിപ്പോൾ യൂസ് ചെയ്യാനായിട്ടൊരു 3 months മേളമായിട്ടുണ്ടാകും. എനിക്കിതുവരെ ഒരു ഇറിറ്റേഷനും ഫീൽ ചെയ്തില്ല. മേ ബി നമ്മുടെ സ്കിൻ ടൈപ്പും അല്ലെങ്കിൽ നമുക്ക് ഇറിറ്റേഷൻസ്, ചിലർക്ക് പെട്ടെന്ന് ഇറിറ്റേഷൻസൊക്കെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസൊക്കെ ആവണവരായിരിക്കില്ലേ, അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കും. എനിക്ക് ഇതുവരെ ഒരു പ്രശ്നമില്ല. എനിക്ക് നല്ലൊരു റിവ്യൂ ആണ് എൻ്റെ സൈഡിൽ നിന്ന് ഉള്ളത് കേട്ടോ. അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് LA ഗേളുടെ ലിപ്പ് ലൈനറാണ്. ഒരു ഡാർക്ക് പിങ്ക് അല്ല, മെറൂണും അല്ല, അങ്ങനത്തെ ഒരു ഇൻ ബിറ്റ്വീൻ നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. അതുകൊണ്ട് നന്നായിട്ട് ലിപ്പ് വരച്ചു കൊടുത്തിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാറ്. അങ്ങനെ ഫില്ല് ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടി ഒരു നല്ലൊരു ഡെഫിനിഷനുള്ള ലിപ്പ് പോലെ നമുക്ക് ഫീലും ചെയ്യും, കുറച്ചും കൂടി സൂപ്പറായിട്ടുണ്ടാകും എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. എൻ്റെ ലിപ്പിൻ്റെ ഔട്ടർ ലൈൻ നല്ല ഡാർക്കാണ്. സോ അപ്പം അങ്ങനെ ഇടുമ്പോഴേക്കും കുറച്ചും കൂടി സൂപ്പറായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എൻ്റെ ഇഷ്ടങ്ങളാണല്ലോ എൻ്റെ മുഖത്ത് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ലൈറ്റ് ലിപ്സ്റ്റിക്കാണ് ഇട്ടേക്കണം കേട്ടോ ഇന്ന്. ഇത് മമാവത്തിൻ്റെയാണ്, നല്ല ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ താഴെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇതൊന്നിൻ്റെയും പ്രൊമോഷനല്ല, ഇതെല്ലാം ഒരു പ്രൊമോഷൻ ഇല്ലാണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ എത്ര ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടാലും എനിക്ക് എൻ്റെ മാക്കിൻ്റെ ലിപ്സ്റ്റിക് കൊണ്ട് ഒന്ന് തോണ്ടിക്കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ സ്കിൻ പിന്നെയും വലിയാൻ തുടങ്ങും, ഡ്രൈ ആവാൻ തുടങ്ങും. അതായത് ഈ നോസിൻ്റെ ഏരിയയിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഡ്രൈ ആവുക. അപ്പോൾ ഞാൻ കുറച്ചുകൂടി മോയ്സ്ചറൈസർ എടുത്തിട്ട് അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. മെയിനായിട്ട് ആ പോർഷനാണ് എനിക്ക് കുറച്ച് ഡാർക്കല്ല, ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യട്ടെ. അതിൻ്റെ പുറകെ കൂടി ഒരാൾ മോൻ കഴുകാനോ എന്തിനോ വേണ്ടിയിട്ടാണ് ബാത്റൂമിലേക്ക് വന്നത്. ഞാനപ്പം ബാത്റൂം കീഴടക്കി. അപ്പോൾ ഭയങ്കര ആക്ഷൻ പരേഡൊക്കെയാണ്. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കും പിന്നെ പ്രാന്താണ് ഗൈസ്, എന്താണെന്നറിയില്ല. ഇപ്പം പട്ടിഷോ എവിടെ നിന്നൊക്കെയാണ് ചാടി പുറത്തിറങ്ങണമെന്ന് അറിയില്ല.
ഞാൻ ഫേസിൽ വേറെ ബേസായിട്ട് ഒന്നും ചെയ്യാറില്ല കേട്ടോ. എനിക്ക് ബേസ് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴേക്കും എന്തോ കോലം കിട്ടിയണോ അല്ലെ എനിക്ക് ഫീൽ ചെയ്യും. ഞാൻ ചെയ്ത് ഭയങ്കരമായി വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസിന് മാത്രമാണെങ്കിലാണ് ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ഹെയറിലേക്ക് പോകാം. എൻ്റെ ഹെയർ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തോന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ സ്പാ ചെയ്യാറുണ്ട് മന്ത്ലി, പിന്നെ ഓയിൽ ചെയ്യും, നമ്മൾ ഓയിൽസൊക്കെ അപ്ലൈ ചെയ്യും, പിന്നെ അതുപോലെ തന്നെ ഷാമ്പൂ വാഷും കണ്ടീഷണറൊക്കെ ചെയ്യും കേട്ടോ. അല്ലാണ്ട് ഞാൻ ഇതുവരെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ള സ്ട്രൈറ്റനിങ്, സ്മൂത്തനിങ്, കളറിങ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഓൺ എൻ്റെ ഹെയറിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഞാൻ ഈ സ്പാ ചെയ്തും പിന്നെ ഹെയർ കെയർ കാര്യങ്ങളൊക്കെ ചെയ്ത് പയ്യെ എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ കുറച്ചും കൂടി ബെറ്റർ ആവണയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹെയറിൽ നന്നായിട്ട് സിറമൊക്കെ അപ്ലൈ ചെയ്തു. തല കുളിച്ചില്ല ഗൈസ്, തല കുളിച്ചില്ല. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് എവിടെയെങ്കിലും പോകുമ്പോഴേക്കും എങ്ങനെ മുടി കെട്ടും, ഇത് മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ കൺസേൺ. എനിക്ക് മുടി കെട്ടാൻ ഒരുപാട് സ്റ്റൈലൊന്നും അറിയില്ല. എന്നാൽ ഞാൻ കൊച്ചിലെ കുറേ സ്റ്റൈലിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊക്കെ എൻ്റെ ആ ബുദ്ധിയും കഴിവൊക്കെ എവിടെ പോയി എന്ന് എനിക്കറിയില്ല. ഇപ്പം മുടി കെട്ടണം എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് മുടി കെട്ടുമ്പോഴേക്കും ദേഷ്യം വരും. നമുക്ക് ഹെയറാണ് നമ്മുടെ ഫേസിന് നന്നായിട്ട് ഹെയർ നന്നായി കിടക്കണമെങ്കിൽ നമുക്ക് മുഖത്തിന് നല്ലൊരു ചന്തം ഉണ്ടാവും കേട്ടോ, ഈശ്വര ഭഗവാനെ. പക്ഷേ മുടി അലമ്പാകുമ്പോഴേക്കും ഇതാവും. പിന്നെ ഇപ്പം ഞാൻ സ്പായും ചെയ്തുകൊണ്ട് ഭയങ്കര സ്മൂത്തായിട്ട് കിടക്കുക ഹെയർ നല്ല. അപ്പം കെട്ടിയിട്ടൊരു സുഖമാവണില്ല. ഞാനിങ്ങനെ ഹാഫ് അപ്പ് ഒക്കെ ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ ആൾക്കാർ ഇങ്ങനെ ഹാഫ് അപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മുടെ ബട്ടർഫ്ലൈ ക്ലിപ്പ് അങ്ങനെ എന്തെങ്കിലും ക്ലിപ്പ് വെക്കും ക്യൂട്ടായിട്ട്. ഇവിടുത്തെ ആൾക്കാർ ഫുൾ ക്യൂട്ട്നെസ് വാരി എറിയുന്നവരാണല്ലോ. ഞാനും പിന്നെ കുറച്ച് കൂട്ടണസ് എറിഞ്ഞേക്കാന്ന് വെച്ചിട്ട് നമ്മളേതാ മേനെ ആവണില്ല സജ്ജിയേട്ടാന്ന് പറഞ്ഞ പോലെയാണ്. എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഞാനിങ്ങനെ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ കിച്ചാമ്മയോട് അഭിപ്രായമൊക്കെ ചോദിക്കാൻ പോവാണ്. ഇനി ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല. ഇനി അവിടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് കണ്ടോളൂ. വോയിസ് ഓവർ എടുക്കണമെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത്. കുറച്ചും കൂടി ഫണ്ണായിരിക്കും. പിന്നെ ഇത് നിങ്ങൾ ചോദിക്കരുത് എന്ത് അഭിപ്രായമാണെന്ന്. ഞങ്ങളിങ്ങനെയാണ് ഗൈസ്, ഞങ്ങളിങ്ങനെ തന്നെയാണ്, ഞങ്ങളെപ്പോഴും ഇങ്ങനെയാണ്. അത് കുറച്ച് റിയാലിറ്റി നിങ്ങളും കൂടി കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ കമ്മലും മാല സ്വർണ്ണത്തിൻ്റെ തന്നെയാണ്. കമ്മൽ ഞാൻ വീട്ടിൽ നിന്ന് ഇട്ടിട്ട് വന്നതാണ്, വേറെ മാറ്റിയൊന്നുമില്ല. പിന്നെ വാച്ച്, ഞാൻ എൻ്റെ ഗോൾഡൻ വാച്ച് നിങ്ങൾ എപ്പോഴും ചോദിക്കില്ലേ, ആ സാധനം കാണാണ്ട് പോയി. എൻ്റെ വീട്ടിൽ തന്നെയാണ് കാണാണ്ട് പോയത്, എവിടെയോ ഇരിപ്പുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ പോകുന്നത് വാച്ച് മാർക്കറ്റിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വെച്ചിട്ട് വാങ്ങാം. ഓക്കെ. അപ്പോൾ ഞാൻ ഈ മുടി കൊണ്ട് കാണിച്ചപ്പോൾ കിച്ചാമിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. എനിക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല. ആരെങ്കിലും ഒരാളും കൂടി ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ അപ്പോൾ തന്നെ അഴിക്കായിരിക്കായിരുന്നു. അപ്പോൾ കിച്ചാമിനെ എടുത്ത് പ്രൊമോട്ട് ചെയ്തു. ഇഷ്ടപ്പെട്ടില്ല എന്നങ്ങ് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഗൂഢമായ ആലോചനയിലാണ്. ഇനി വോയിസ് ഓവർ ഇല്ല. ഓക്കെ. എങ്ങനെ കിട്ടും മുടി? എങ്ങനെ മുടി കിട്ടും? എനിക്ക് മറ്റേ തന്നെ നല്ലത്. ഇതുപോലെ കിട്ടിയില്ലേ പട്ടക്കുട്ടി ഹെയർ സ്റ്റൈൽ. അത് ഹെയർ സ്പാ ചെയ്തോണ്ട് ഈ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ പതിഞ്ഞിരിക്കണം. മനസ്സിലായ? നിനക്ക് മനസ്സിലാവില്ലടാ, നിനക്കതല്ലേ ഇഷ്ടം. ഒരു ഹെയർ ബാൻഡ് എടുത്ത് തരോ? അവിടെ ഒരു ബോക്സിൽ കണ്ട വൈറ്റ് ബോക്സ്. വേഗം എന്റെ കൈ കിടക്കണം. Then why should I marry you? അനക്ക് അത്ര സൗന്ദര്യത്തിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് സൗന്ദര്യം കുറയണമെന്നല്ല. ടോക്സിക് വൈഫ്. ശരിയാണില്ല. എന്റെ കണ്ണെടുത്തോണ്ട് വന്നേ. ആയിക്കോട്ടെ ഐഡിയ. Get my sunglass. So ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? So simple. എന്തോ തുടച്ചാടാ? എന്റെ തുടക്ക ഭാര്യ ഫസ്റ്റ് പ്രയോറിറ്റി. ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ നിനക്ക് ആ ഐഡിയ വന്നത്. ഇതെന്ത് പൊറട്ട് ഭർത്താവാണ്, എനിക്ക് വേണ്ട മാറ്റിയെടുക്കാൻ പറ്റുമോ? പ്ലീസ് ഗൈസ്, മാറ്റിയെടുക്കാൻ പറ്റുമോ? തുറക്കടാ, അന്നെ കൊണ്ട് ഞാൻ പോകുള്ളൂ. ക്ലാസ് തുറക്കുമ്പോൾ ഞാൻ ക്ലാസ് എന്തൊക്കെ കാണും ഞാൻ. എടുത്തേ വലിച്ചറിയാം. ശരിയേട്ടാ. നമ്മൾ ടൂറിസ്റ്റിക്കിലേക്ക് എത്തി. ടൂറിസ്റ്റായി. ഇടക്കിടക്ക് അമേരിക്കനമായി കയറി വരും. എന്റെ തട്ടിക്കളയുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു.
ഡ്രയറിലുണ്ട് എന്റെ ഗാഡ്ജറ്റ്സ് വെക്കണ ബാഗ് എടുക്കണ്ടേ? ബാഗ് അവിടെ പോയിട്ട് മേടിച്ചാലോ? ഈ ഉടുപ്പിന് മാച്ച് ചെയ്തിട്ടുള്ള ബാഗ് ഇല്ല. ബ്ലൂവിന്റെ കൂടെ ബ്രൗൺ ഈസ് വെരി നൈസ്. യുവർ ടോട്ട് ബാഗ് ഈസ് വെരി നൈസ്. സൈബർ കേട്ടുണ്ട്. But my politics is good. It's not phonics. ഇതൊരു get ready with me വീഡിയോ ആണ്. I need to do my perfume. Her vocabulary is not good that much. അതിനിവിടെ ഈ ഉണ്ടല്ലോ. Versace പട്ടി ഷോ. എനിക്ക് പോടാ. Sorry, Victoria's Secret. ഇത്രയും നേരം ഞങ്ങളുടെ പട്ടി ഷോ സഹിച്ചിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇതായിരുന്നു നമ്മുടെ ഫുൾ ലുക്ക് വന്നിട്ട്. ഞാൻ വീഡിയോ എടുത്തില്ല, ഫോട്ടോ ഞാൻ എടുത്തത്. ആൻഡ് ഈ പോയിൻ്റെ ഒരു വ്ളോഗ് ഞങ്ങളുടെ സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ മറക്കല്ലേ. ബൈ ബൈ.